ഇബിൻ ഇബിനുൻ ആണ് ഫുൾ സ്റ്റോപ്പിൻ്റെ അവസരത്തിൽ അറബിൽ സുക്കൂൻ ചെയ്ത് അതായത് സീറോയിൽ സ്റ്റോപ്പ് ചെയ്യും. ഇബിനുൻ ഇബിൻ എന്ന് പറയും. ഇബിനുൻ എന്നാണ് ഈ പദം. ഫുൾ സ്റ്റോപ്പിൽ ഇബിൻ മകൻ മകൻ ഇബിൻ മകൻ. ബിന്ദുൻ അവിടെ ബിന്ദ് ബിന്ദ് ബിന്ദുൻ ആണ് ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ബിന്ദ് എന്ന് നിർത്തും. ബിന്ദ് ഇബിനത്ത് ഇബിനത്ത് രണ്ടും ഒരേ പര്യായ പദത്തിൽപ്പെട്ടതാണ്. ബിന്ദുൻ ഇബിനത്തുൻ അത് ഫുൾ സ്റ്റോപ്പിൽ നമ്മൾ നിർത്തുമ്പോൾ ബിന്ദ് ഇബിനത്ത് മകൾ. ഇപ്പം മകൾക്ക് ബിന്ദെന്നും പറയും ഇബിനത്തെന്നും പറയും. ബിന്ദ് മകൾ ഇബിനത്ത് മകൾ രണ്ടും ഒന്ന് തന്നെ. ബിന്ദ് മകൾ ഇബിനത്ത് മകൾ. ബിന്ദ് മകൾ ഇബിനത്ത് മകൾ. ഇനി അബുൻ എന്നാണ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവിടെ അബ് എന്ന് നിർത്തിയത്. അബുൻ എന്നാണ് ഈ പദം. അബുൻ. അതുപോലെ വാലിദുൻ അബ് ഫുൾ സ്റ്റോപ്പ് നിർത്തുമ്പം അബ്. പിതാവ് അബുൻ അബ് പിതാവ്. വാലിദ് പിതാവ്. അബ് പിതാവ് വാലിദ് പിതാവ് രണ്ടും ഒന്ന് തന്നെ. അച്ഛന് പറയുന്നതാണ് പിതാവിന് പറയുന്നതാണ് അബുൻ എന്ന് പറയും. അബ് എന്ന് പറയും വാലിദെന്ന് പറയും. അബെന്ന് പറഞ്ഞാലും പിതാവെന്നാണ് അച്ഛനെന്നാണ്. വാലിദെന്ന് പറഞ്ഞാലും അച്ഛനെന്നാണ് പിതാവെന്നാണ്. ഉമ്മുൻ അവിടെ ഫുൾ സ്റ്റോപ്പിലാകുമ്പോൾ ഉമ്മെന്ന് പറയും. ഉമ്മുൻ മാതാവ് ഉമ്മുൻ മാതാവ്. ഉമ്മുൻ മാതാവ്. നമ്മൾ ഈ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉമ്മത്ത് എന്നൊക്കെ പറയും. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളാണ്. നമുക്ക് 2 സൈസ് ഉമ്മം ആണ് നമുക്കറിയാവുന്നത്. അതായത് വെളുത്തുമ്മവും നീല ഉമ്മവും. വെളുത്ത ഉമ്മം അതായത് ഒരു ആയുർവേദ സസ്യമാണ്, നിങ്ങൾക്കറിയാം. ഉമ്മത്ത്. ഇപ്പോൾ ഉമ്മം എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മാതാവെന്നാണ്. ഉമ്മത്ത് ഇപ്പോൾ പ്രാസംഗികർ ഉമ്മത്ത് നബിയുടെ സമുദായം, നബിയുടെ അനുയായികൾ എന്നുള്ള അർത്ഥത്തിലായി ഉമ്മത്തെന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ നീല ഉമ്മവും വെളുത്ത ഉമ്മവും എന്ന് പറയുന്ന 2 ആയുർവേദ സസ്യം രണ്ടും ഒന്ന് തന്നെ, 2 നിറത്തിലുള്ള സസ്യമാണ്. അത് ആ ഉമ്മയെന്ന് നമ്മൾ വിചാരിക്കേണ്ട, അതല്ല. ഇത് അറബ് ഭാഷയാണ്. അറബ് ഭാഷയിൽ അതായത് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മാതാവ്, സമുദായം എന്നർത്ഥം. ഉമ്മുൻ വാലിദത്തുൻ എന്നാണ് വാലിദ എന്ന് പറയും. വാലിദ മാതാവ്. ഫുൾ സ്റ്റോപ്പായതോട്ട് ഉമ്മുൻ എന്നുള്ള വാലിദത്തുൻ എന്നാണ് വാലിദ മാതാവ്. മാതാവിന് പറയുന്നതാണ് വാലിദത്ത്. മാതാവ് വാലിദ മാതാവ്. മാതാവ് വാലിദ മാതാവ്. അടുത്തത് ജദ് അപ്പുപ്പൻ. അപ്പുപ്പൻ. മുസ്ലിങ്ങൾ പറയും ഉപ്പുപ്പ. ഹൈന്ദവർ പറയും അപ്പുപ്പൻ. ജദ്ദെന്ന് പറഞ്ഞാൽ അപ്പുപ്പൻ, ഉപ്പുപ്പ. മുസ്ലിങ്ങൾ പറയും ഉപ്പുപ്പ. വാപ്പാടെ വാപ്പായെ അതായത് പിതാവിനെ വിളിക്കും ഉപ്പാന്ന് വിളിക്കും. ഉപ്പുപ്പാന്ന് വിളിക്കുന്നത് അപ്പുപ്പനെയാണ്. ജദ്
അപ്പുപ്പൻ, ജദ് അപ്പുപ്പൻ, ജദ്ദത്ത്, ജദ്ദത്ത് അമ്മുമ്മ, അമ്മുമ്മ, ജദ്ദത്ത് അമ്മുമ്മ, ജദ്ദത്ത് അമ്മുമ്മ. ഇബിൻ മകൻ, ഇബിൻ. ഞാൻ പറഞ്ഞു ഇബിനുന്നാണ് ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ സുക്കും കൊടുത്ത് നിർത്തും. ഇബിൻ മകൻ. ബിന്ദുൻ ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പം ബിന്ദ് മകൾ, ബിന്ദ് മകൾ. ഇബിനത്ത്. ഇപ്പം ഇബിനത്തുൻ ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഇബിന മകൾ, ബിന്ദ് മകൾ, ഇബിനത്ത് മകൾ. രണ്ടും പര്യായ പദത്തിൽപ്പെടുന്നതാണ്. അബുൻ പിതാവ്, പിതാവ് അച്ഛൻ. അബുൻ അബ് ഫുൾ സ്റ്റോപ്പിലാകുമ്പോൾ അബുൻ അബ് എന്ന് നിർത്തി. അബുൻ എന്നാണ് ഈ പദം. അബ് പിതാവ്. വാലിദ് എന്നും പറയും. പിതാവിന് വേറൊരു പദമുണ്ട് വാലിദ്. ഇത് രണ്ടും പര്യായ പദത്തിൽപ്പെടുന്ന. അബെന്നും പറയും വാലിദെന്നും പറയും. പിതാവിന് പറയുന്നതാണ്, അച്ഛന് പറയുന്നതാണ് അബ്. വാലിദ് പിതാവ്. ഉമ്മുൻ ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഉമ്മ് മാതാവ്, ഉമ്മ് മാതാവ്. വാലിദ, വാലിദത്തുൻ എന്നാണ് വാലിദ എന്നും പറയും. ഈ തായിന് സാധാരണ ഉച്ചാരണം കൊടുക്കാറില്ല, തുൻ എന്ന് പറയാറില്ല. ഉമ്മ് വാലിദ. ഉമ്മ് ഫുൾ സ്റ്റോപ്പായതാണ്ട ഉമ്മെന്ന് പറയാം. ഉമ്മുന്നാണ് എഴുതിയേക്കുന്നത്. ഉമ്മെന്ന് നിർത്തും. ഉമ്മ് മാതാവ്, വാലിദ മാതാവ്. രണ്ടും ഒരേ പദം തന്നെ, ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. ജദ് അപ്പുപ്പൻ, ജദ് അപ്പുപ്പൻ അതായത് ഉപ്പുപ്പ. ജദ് ഉപ്പുപ്പ, അപ്പുപ്പൻ, ജദ് അപ്പുപ്പൻ. ജദ്ദത്ത് അമ്മുമ്മ, ജദ്ദത്ത് അമ്മുമ്മ അല്ലേ ഉമ്മുമ്മ എന്നും പറയും. രണ്ടും ഒന്ന് തന്നെ. ജദ്ദത്ത് അമ്മുമ്മ, ഉമ്മുമ്മ.